സിജെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ഇന്നലെ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കെതിരെ ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല. അവർ മാന്യമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് ഡോക്യുമെന്റ്സ് വെച്ച് ഞങ്ങൾ ഉത്തരം പറഞ്ഞു. പക്ഷേ ആദായ നികുതി വകുപ്പിന്റെ ചോദ്യം ചെയ്യലും സമ്മർദ്ദവും ഭീഷണിയുമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിമർശനം ഒരുപാട് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ്. മാത്രമല്ല, അന്ന് ആ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടുകൂടി എല്ലാം പൊളിഞ്ഞുപോയി. അവർ തന്നെ അത് പിന്നീട് മാറ്റി പറയേണ്ട സാഹചര്യം വന്നു എന്നുള്ളതാണ്. അതായത് ആ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വ്യക്തമാണ്, അദ്ദേഹം എന്നോ തീരുമാനിച്ചതാണ് അദ്ദേഹത്തിന്റെ തീരുമാനിച്ചുറപ്പിച്ചതാണ്, അന്ന് സംഭവിച്ചു എന്ന് മാത്രം. അവിടെ ഇത്തരത്തിൽ മാധ്യമങ്ങള് മുഖ്യധാര മാധ്യമങ്ങളടക്കം വിമർശനം ഉന്നയിക്കുന്നത് തെറ്റാണ് എന്നും ഇന്നലെ ഈ ഗ്രൂപ്പ് മാനേജ്മെന്റ് ആൾക്കാർ തന്നെ പറഞ്ഞു. ഇന്നലെ KP സൂചിപ്പിച്ചതുപോലെ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അന്വേഷണ സംഘം വളരെ മാന്യമായിട്ടാണ് നമ്മോട് പെരുമാറിയത് എന്നും കൂട്ടിച്ചേർത്തിരുന്നു. എന്തായാലും ഇന്ന് അത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. കോൺഫിഡൻസ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലെ ആദായ നികുതി പരിശോധനകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ജനുവരി പകുതിയോടുകൂടി കൊച്ചിയിലും സിജെ റോയിയെ ചോദ്യം ചെയ്തിരുന്നു. നയതന്ത്ര പരിരക്ഷ ഉയർത്തി സിജെ റോയ് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചതായിട്ടാണ് ആദായ നികുതി വകുപ്പ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുക. ജിജീഷ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ KP പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഒരിക്കൽ കൂടി ആവർത്തിച്ചിരുന്നു എങ്ങനെയാണ് അന്വേഷണ സംഘം അവരോട് പെരുമാറിയത്, ഏത് രീതിയിലുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ പല മാധ്യമങ്ങളും നൽകിയ വാർത്തകളെ തള്ളിക്കൊണ്ടവർ രംഗത്ത് എത്തിയിരുന്നു. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ അത് അദ്ദേഹം ആത്മഹത്യ ചെയ്ത ദിവസത്തോടനുബന്ധിച്ച് നടന്നതല്ല, നേരത്തെയും ചോദ്യം ചെയ്യലുകൾ നടന്നിരുന്നു. ഇത് മറ്റൊരു ഘട്ടമായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എങ്ങനെയാണ് ജിജീഷ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? രാഗി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ ആദ്യം തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പെട്ടെന്ന് അന്വേഷണ സംഘം അവിടെ എത്തി റെയ്ഡ് നടത്തുന്നു. അതിൻ്റെ മാനസിക വിഷമത്തിൽ റോയ് ആത്മഹത്യയിലേക്ക് നീങ്ങിയതായിരുന്നില്ല. അതിന് കഴിഞ്ഞ ഡിസംബർ പകുതിയോട് തന്നെ സിജെ റോയിയെ ചോദ്യം ചെയ്തിരുന്നു. കൊച്ചിയിലാണ് ആ ചോദ്യം ചെയ്യൽ നടന്നത് എന്ന ഒരു വിവരം തന്നെയാണ് ആദായ നികുതി വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ ചോദ്യം ചെയ്യൽ, ആ ഘട്ടത്തിൽ നടന്ന ചോദ്യം ചെയ്യലിന് നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി സിജെ റോയ് മുന്നോട്ട് വെച്ച ഒരു കാര്യമെന്ന് പറയുന്നത് താനൊരു കോൺസുലറാണ്. അതായത് സ്ലോവാക്യ, യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട സ്ലോവാക്യയുടെ ഓണററി കോൺസുലറാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ചില പരിരക്ഷകളുണ്ട്, നയതന്ത്ര പരിരക്ഷകളുണ്ട്. നേരത്തെ ഈ ഒരു പരിരക്ഷയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ കോൺസുലർക്ക് നയതന്ത്ര പരിരക്ഷയുണ്ട് എന്ന വലിയ ഒരു വാദം ഉയരുകയും ചോദ്യം ചെയ്യൽ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവിടെയും ആ ഒരു കാര്യങ്ങൾ ഉയർത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഓണററി കോൺസുലാണ് അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ കഴിയില്ല ഇൻകം ടാക്സ് വിഭാഗത്തിന്, ആദായ നികുതി വകുപ്പിന് എന്ന കാര്യമായിരുന്നു മറുപടിയായി നൽകിയത് ചോദ്യം ചെയ്യൽ നോട്ടീസിന്. എന്നാൽ അതിന് വ്യക്തമായി തന്നെ കാര്യകാരണങ്ങൾ സഹിതം തിരികെ മറ്റൊരു മറുപടി ആദായ നികുതി വകുപ്പ് നൽകി. ഓണററി കോൺസുൽ എന്ന് പറയുന്നത് പ്രത്യേക പരിരക്ഷയുള്ള പദവികളൊന്നുമല്ല, അത് സാധാരണ നിലയ്ക്ക് നൽകുന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു പരിരക്ഷയും സിജെ റോയ്ക്ക് ഇല്ല. ചോദ്യം ചെയ്യലിന് ഹാജരാകണം, അന്വേഷണവുമായി സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു നോട്ടീസ് നൽകുന്നു. തുടർന്ന് ആണ് നിയമ നടപടിയിലേക്ക് നീങ്ങുക. ഇതെല്ലാം സിജെ റോയ് നേരിട്ട് ചെയ്തതല്ല എന്നതാണ് അതിലേറ്റവും പ്രധാനം. അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് മറ്റു ചില ആളുകൾ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഒരു കാരണവശാലും ബംഗളൂരിലുള്ള സിജെ റോയിയെ കൊച്ചിയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ തങ്ങൾ അനുവദിക്കില്ല, കൊച്ചിയിൽ അദ്ദേഹം എത്തില്ല, വേണമെങ്കിൽ ബംഗളൂരിൽ വന്ന് ചോദ്യം ചെയ്യട്ടെ എന്ന രീതിയിലേക്ക് കൂടെയുള്ള ചില ആളുകൾ പറഞ്ഞു. എന്നാൽ കോടതിയിൽ പോകുന്ന ഘട്ടത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച നിയമോപദേശം എന്ന് പറയുന്നത് ഇത് നിലനിൽക്കില്ല, അന്വേഷണവുമായി സഹകരിക്കുന്നതാണ് കൂടുതൽ ബുദ്ധി എന്ന തരത്തിൽ തന്നെ അദ്ദേഹത്തിന് ചില നിയമോപദേശങ്ങൾ കൂടി ലഭിച്ചതോടുകൂടി ആ കേസ് പിൻവലിച്ചു. തന്നെ ചോദ്യം ചെയ്യൽ മറ്റ് റെയ്ഡുകൾ അടക്കമുള്ള നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയിരിക്കുന്ന ഹർജി കോടതിയിൽ നിന്ന് പിൻവലിക്കുന്നു. തുടർന്ന് കൊച്ചിയിലെത്തിയ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാവുകയും ചെയ്തു. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നയതന്ത്ര പരിരക്ഷ എന്ന ഒരു കാര്യം ഉയർത്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചോദ്യം ചെയ്തിരുന്നു ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ തന്നെ എന്ന ഒരു വിവരവുമാണ്
തന്നെയാണ്. മാത്രമല്ല നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ ഇവിടെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദായനീതി വകുപ്പിന്റെ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്ന വാദങ്ങളെ പൂർണ്ണമായും തന്നെ തള്ളുകയായിരുന്നു ഇന്നലെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയ്തത്. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് മേൽ ഭീഷണിയോ സമ്മർദ്ദമോ ആദായനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രയോഗിച്ചിട്ടില്ല. തികച്ചും മാന്യമായാണ് അവർ തങ്ങളോട് പെരുമാറിയത്. TA ജോസഫ്, ഇതിന്റെ MD ആയിട്ടുള്ള TA ജോസഫ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ചോദ്യം ചെയ്യൽ ഘട്ടത്തിൽ 4 ദിവസത്തോളം താനും അന്വേഷണവുമായി സഹകരിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പം അല്ലെങ്കിൽ തങ്ങളുടെ ഓഫീസുകളിൽ ഈ ഒരു പരിശോധനകൾ നടക്കുമ്പോൾ ഓഫീസിൽ എത്താറുണ്ടായിരുന്നു. എന്നാൽ കൃത്യമായി തന്നെ ആ പരിശോധനകൾ മുന്നോട്ട് കൊണ്ടുപോയി ഒരിക്കലും ഒരു സമ്മർദ്ദവും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തനിക്കോ CJ റോയിക്കോ ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രചരിപ്പിക്കാൻ ചില കോണുകൾ ശ്രമിക്കുന്നുണ്ട്. അത്തരം ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിരന്തരമായി തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഈ ഒരു ആത്മഹത്യയുടെ ഭാഗമാക്കി മാറ്റാനും അവരുടെ സമ്മർദ്ദമുണ്ട് എന്ന് പ്രചരിപ്പിക്കാനും എല്ലാമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് കൃത്യമായി തന്നെ പറയുകയായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇന്നലെ നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തത്. അത് കൂടുതൽ പുറത്തു വരുന്ന വിവരങ്ങൾ തന്നെയാണ് അനുദിനം കോൺഫിഡൻസ് ഗ്രൂപ്പ് കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദമോ ഇടപെടലോ ഭീഷണിയോ ഉണ്ടായിട്ടില്ല. അവർ പറഞ്ഞു വെച്ച മറ്റൊരു കാര്യം, ഈ കോൺഫിഡൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും സംശയമോ ആശങ്കയോ വേണ്ട, സുശക്തമാണ് ഈ ഗ്രൂപ്പിന്റെ അടിത്തറ. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് കൃത്യമായ രീതിയിൽ അവർക്കുള്ള സേവനങ്ങൾ ഇങ്ങനെ തുടരും, മനസ്സൂര്യം തുടരും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം അതിനോട് കൃത്യമായി സഹകരിക്കുമെന്നും അവർ സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി